അപ്പോൾ അതേ നമ്മളിന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഉച്ചയൂണിന് തയ്യാറാക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കുന്ന കുറച്ച് റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് ബീൻസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബീൻസ് കൊണ്ട് ആദ്യത്തെ കറി തന്നെ തയ്യാറാക്കാം. ഒരു ബീൻസ് ഇങ്ങനെ 4ആയിട്ട് പൊളന്നിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല തിന്നായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും മെഴുക്ക് വരട്ടി വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് മെഴുക്ക് വരട്ടി തയ്യാറാക്കാം. അത് ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മെഴുക്ക് വരട്ടുന്നതിന് വേണ്ടിയിട്ട് ലേശം ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ലേശം അളവിൽ കടുക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീൻസ് കട്ട് ചെയ്തത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. സവാള നമുക്ക് വേണമെങ്കിൽ നീളത്തിൽ ചോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള പോലെ കുറുകെ ചോപ്പ് ചെയ്യാം. അപ്പം അത് നമുക്കിതിലേക്ക് ലേശം ഒരു ഉപ്പ് ആഡ് ചെയ്യാം. ലേശം അളവിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയിൽ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതേ ലേശം സമയമായിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബീൻസൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയൊക്കെ 1/4 സ്പൂണിൽ താഴെ മതി കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം വാടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം കൂടെ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി അതിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് ഒരു 1-2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ 2-3 മിനിറ്റും കൂടെ ഈ ഒരു ഇതിനകത്തിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി തയ്യാറായി. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത റെസിപ്പി തയ്യാറാക്കാം. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടയാണ്. അപ്പം നമുക്ക് മുട്ട വറുക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുവാണേ. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 2 മുട്ടയും കൂടെ നമുക്കതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി മുട്ട വറുക്കുന്നതിന് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കാം. നമുക്ക് ആ എണ്ണ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ മുട്ട ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമുക്കിതൊന്ന് കറക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തേക്ക് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം നമുക്ക് മുട്ട ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് സവാള കൊണ്ടിട്ടാണ് കേട്ടോ. 3 സവാളയും 2 തക്കാളിയും ഒരു 5 പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു 5-6 കഷ്ണം വെളുത്തുള്ളിയും കൂടെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ്. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വറുത്ത തേങ്ങയിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ അളവിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അനത്തിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇത് നമുക്കൊന്ന് അനത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് അനത്തിയെടുക്കാം. പുളി നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പുളിയും കൂടെ ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെണ്ടയ്ക്കായും കുറച്ച് ബീൻസും പിന്നെ കുറച്ച് മുരിങ്ങയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കുറച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആ ഒരു സമയത്തിന് വേവുന്ന സമയത്തിന് ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ലേശം ഒരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മിക്സി പറഞ്ഞപ്പോൾ ചെറിയൊരു പോക നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഒരു മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് അതിൻ്റെ അതേ കണ്ടോ നെയ്യും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തീയൽ റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റെസിപ്പിയും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഞാൻ ലേശം കറിവേപ്പില കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എപ്പോഴും എല്ലാവരുടെ കയ്യിലും സ്റ്റോക്കുള്ള സാധനം തന്നെയായിരിക്കും കേട്ടോ ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് അതും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും റെസിപ്പീസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഇത്രയും കാണിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തീയിലൊക്കെ നന്നായിട്ട് തിളക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് തിളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇനി നമുക്ക് കുറച്ച് പപ്പടവും കൂടെ കാച്ചിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ചോറ് എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി റെസിപ്പി ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയ കുറച്ച് റെസിപ്പീസാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതിന്